ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് ഇതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഓൾറെഡി അറിയാം ഇതെന്താണ് എന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതേ ദുരന്തം നാളെ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയൂല എന്നാണ് നിങ്ങളുടെ ഉത്തരമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഉന്നത വിദ്യാഭ്യാസം അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിഫിക്കേഷനുള്ള വിദ്യാഭ്യാസമൊക്കെ മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പൊതുവെ ചെയ്യാം? വലിയ സ്കൂളുകളിലേക്ക് അവരെ പറഞ്ഞയക്കും. സ്വാഭാവികമായിട്ട് ആ സ്കൂളുകളിലൊക്കെ എന്താ ഉണ്ടാവുന്നത്? അവിടെ ഉണ്ടാവുന്നത് വലിയ പണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളാണ് അവിടെ പഠിക്കാൻ വരുന്നത്. ആ കുട്ടികളുടെ ഇടയിലേക്കാണ് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നത്. നമുക്കത്ര വലിയ സാമ്പത്തികമില്ല, പക്ഷെ നമ്മുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നതും. പക്ഷേ നമ്മുടെ മക്കൾ ആ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ വിദ്യ മാത്രമാണോ അവിടെ നിന്ന് അഭ്യസിക്കുന്നത്? അല്ല, അവർ പല കുട്ടികളെയും കാണുകയാണ്. അവരുടെ ജീവിതശൈലി അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. അവരുടെ കൂടെ എത്താൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അവർ നേരെ നോക്കുന്നത് നമ്മൾ മാതാപിതാക്കളിലേക്കാണ്. നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയും. ഫോണ്, ഇപ്പോൾ ഈ കുട്ടിയുടെ ദുരന്തം തന്നെ മെയിനായിട്ടുള്ള കാരണം ഫോണാണ്. അങ്ങനെ നമ്മുടെ മക്കൾ ഈ ഒരു വിഷയം പറയുമ്പോൾ നമ്മളെടുത്തില്ല. അപ്പോൾ അത് പിന്നെ ഇതുപോലെയുള്ള ദുരന്തങ്ങളിലേക്ക് വഴിമാറുകയാണ്. കാരണം അവൻ്റെ സുഹൃത്തിൻ്റെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഐഫോൺ വേണമെന്നുള്ള തോന്നലാണ് മക്കൾക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജോലി, നമ്മളുടെ വരുമാനം, നമ്മുടെ ജീവിത ശൈലി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട നിങ്ങളുടെ മക്കൾക്ക് എന്നല്ല പറയുന്നത്, നല്ലതിൽ വെച്ച് ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ ജീവിത സാഹചര്യം കൃത്യമായിട്ട് മക്കളെ പഠിപ്പിക്കണം.